الحمد لله وكفى والسلام على عباده الذين اصطفى. ബഹുമാന്യരുമായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുറെ ഏറെക്കാലങ്ങളായി നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹിക പ്രശ്നമായി വഖഫ് പ്രശ്നം മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വളരെ ദൗർഭാഗ്യകരവും സങ്കടകരവുമായ ഒരു സംഗതിയാണത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായം ആരുടെ കയ്യിൽ നിന്നൊക്കെയോ അടിച്ചു മാറ്റുന്ന, ആരുടെയും ഭൂമിയുടെ വസ്തുക്കളുടെ അവകാശത്തിന്മേൽ യാതൊരു തത്വദീക്ഷയുമില്ലാതെ കൈവയ്ക്കുന്ന, കേവലമായ ആരുടെയെങ്കിലും മോഹത്തിനൊത്ത് കാണുന്ന ഭൂമിയുടെ നേരെ കൈചൂണ്ടി പിടിച്ചിട്ട് ഇത് വഖഫ, ഇത് വഖഫ, ഇത് വഖഫ എന്ന് പറഞ്ഞാൽ അത് വഖഫായി പോകുന്നതാണോ? അങ്ങനെ യാതൊരു ധാർമ്മികതയും തത്വദീക്ഷയും നിയമപരിരക്ഷയും ഇല്ലാതെ ഈ ലോകത്ത് നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് എന്ന നിലയിൽ വളരെ ക്രൂരമായ, വ്യാപകമായ നിലയിൽ, വസ്തുതാവിരുദ്ധമായ നിലയിലുള്ള പ്രചാരണങ്ങൾ നമ്മുടെ രാജ്യത്ത് കുറേയേറെ നാളുകളായി തുടക്കം കുറിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ അപ്പാടെ തന്നെ അട്ടിമറിക്കാനും ഈ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ സഹവർത്തിത്വപൂർണമായ സഹകരണത്തെ ആശങ്കയോടെയും ഭീതിയോടുകൂടിയും കാണുന്ന നമ്മുടെ നിലവിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പണ്ടേയുള്ള പദ്ധതികളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ അവരുടെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മാന്തിയെടുക്കുക, അത് നശിപ്പിച്ച് ഒരു സമൂഹത്തെ തന്നെ ഈ രാജ്യത്ത് നിന്ന് നിഷ്പ്രഭമാക്കി തീർക്കുക, അവരെ രണ്ടാംകിട പൗരന്മാരാക്കി തീർക്കുക എന്ന ക്രൂരമായ അജണ്ട എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അജണ്ട അവരുടേതായ വഴികളിലൂടെ എത്രയോ കാര്യങ്ങളായി നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും സംഗതിയാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷെ ദൗർഭാഗ്യകരം, നമുക്ക് നന്നായി അറിയാം, ആ പദ്ധതികൾ അതെല്ലാം ആ വഴിയിൽ തുടരുമ്പോഴും അതിന് രാജ്യത്ത് പൊതുവായ അംഗീകാരം കിട്ടാറില്ല. രാജ്യത്തിന്റെ മതേതര മനഃശാസ്ത്രമാണ് അതിന് കാരണം. രാജ്യത്ത് ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മതേതര ബോധമുള്ള ഹിന്ദു മതവിശ്വാസികളുടെ മതേതര ബോധവും കൂടിയാണ് അതിന് കാരണം, മറ്റിതര മതവിഭാഗക്കാരുടെ. അതുകൊണ്ട് തന്നെ BJP-യുടെ അജണ്ടകൾ BJP-യുടേത് മാത്രമായ അജണ്ടകളായി ഒതുങ്ങി പോവുകയും നടപ്പാക്കലിന്റെ വക്കത്തെത്തുമ്പോൾ അവർക്ക് പുറകോട്ട് പോവുകയും ചെയ്യുന്ന വിധത്തിലാണ് കാര്യങ്ങളൊന്നും പുരോഗമിക്കാറുള്ളത്. നമുക്കറിയാം, മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ എന്തൊക്കെയുണ്ടോ അവരുടെ അടിസ്ഥാനപരമായ അവർക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നശിപ്പിക്കുക എന്ന വളരെ കൃത്യമായ അജണ്ടയുമായിട്ടാണ് നമ്മുടെ ഭരണകൂടം, ഫാസിസ്റ്റ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, UCC-യിലൂടെ അവർ ലക്ഷ്യം വെച്ചത് എന്താണ്? നമ്മളെല്ലാവരും വളരെ മനോഹരമായി പറയും യൂണിഫോം സിവിൽ കോഡ് എന്ന്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊതു സിവിൽ നിയമം ഉണ്ടാവുക എന്നാണ് എന്ന്. യഥാർത്ഥത്തിൽ അതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് മതവിഭാഗങ്ങളുടെ മതവിശ്വാസപരമായ അവകാശം തകർക്കുക എന്നതാണ്. ഈ രാജ്യത്തിന്റെ മതേതരമായ അടിസ്ഥാന ഘടനയെയാണ് UCC തകർക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പതിറ്റാണ്ടുകളായി ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ എഴുതി വെക്കുക യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന ഒരു നിർദ്ദേശത്തെ മാത്രം മറ്റെല്ലാം മറന്ന് പൊക്കിപ്പിടിക്കാൻ അവർ ശ്രമിക്കുമ്പോഴും അതിന് നമ്മുടെ രാജ്യത്ത് പൊതുജനങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അധികാരം ഓർക്കുണ്ടെങ്കിൽ പോലും നടപ്പാക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷെ അവരുടെ ലക്ഷ്യം എന്താ? മതങ്ങളെ എല്ലാം ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാ മതങ്ങൾക്കും ഒറ്റ സിവിൽ കോഡിൽ ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതിന്റെ അർത്ഥം മതനിരോധന നിയമം നടപ്പാക്കുക എന്നാണ്. മതനിരോധന നിയമം എന്നാണ് ശരിക്കും UCC പറയുന്നത്. കാരണം മതങ്ങളാകുന്നത് അതിന്റെ വ്യത്യസ്തതകൾ കൊണ്ടാണ്. വ്യത്യസ്തതകൾ പോയാൽ പിന്നെ മതമില്ലാതായി. പൊതുവായി ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും ഒക്കെ അംഗീകരിക്കാവുന്ന ഒരുപാട് ധാർമ്മികമായ സംഹിതകളുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല ക്രിസ്ത്യാനി ആയത്, മുസ്ലിം ആയത്, ഹിന്ദു ആയത്. അവർക്ക് പരസ്പരം അംഗീകരിക്കാൻ പ്രയാസമുള്ള സംഗതികളിലാണ് ആ മതങ്ങളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ
മതങ്ങളുടെ നിയമങ്ങളെ പൊതു സിവിൽ നിയമമാക്കി ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകൾ ഇല്ലാതാക്കുക എന്നാണ്. വ്യത്യസ്തതകൾ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ മതങ്ങൾ ഇല്ലാതാവുക എന്നാണ്. ഒറ്റ മതമാവുക. മതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു രാജ്യത്ത് മതങ്ങളുടെ മ്യൂസിയമായ ലോകത്തെ എല്ലാ മതങ്ങളെയും വിദേശ മതങ്ങളെ മുഴുവൻ കൈനീട്ടി സ്വീകരിച്ച എത്രയോ സ്വദേശി മതങ്ങളെ നൊന്നുപെറ്റ ഒരു രാജ്യം മതങ്ങളുടെ മ്യൂസിയം എന്ന സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്ന രാജ്യത്ത് മതങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭ്രാന്താവേശത്തിന് നേതൃത്വം നൽകുന്ന ഒരു സമൂഹമാണ് ഈ രാജ്യത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഇന്നത്തെ ഗവൺമെന്റ്. തത്വദീക്ഷയില്ലാത്ത, മതേതര ബോധമില്ലാത്ത, ചരിത്രബോധമില്ലാത്ത, ധാർമ്മികതയില്ലാത്ത, മനുഷ്യത്വം എന്തെന്നറിയാത്ത, പ്രാകൃതത്വം മാത്രം കൈമുതലായുള്ള ഒരു സമൂഹം ഇവിടെ യഥാർത്ഥത്തിൽ മതങ്ങളെ നിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ മതനിരോധന നിയമം വരുമ്പോഴും ചിലരൊക്കെ, ചില വിഭാഗം ആളുകൾ അതിന്റെ ഗൗരവം അറിയാതെ അതിനൊപ്പം നിൽക്കുകയോ കണ്ണടയ്ക്കുകയോ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു. അവർ വിചാരിക്കുന്നത് എന്താ, ഇവിടെ എല്ലാ മതങ്ങൾക്കും ഒരു പൊതു നിയമം മതി എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളെ മാത്രമേ ബാധിക്കൂ എന്നാണ് അവരുടെ വയ്പ്. അങ്ങനെ ആവുക? അപ്പൊ ഇവർക്ക് വേറിട്ട ഒന്നുമില്ലേ? മറ്റു മതങ്ങൾക്ക് വേറിട്ട നിയമങ്ങളൊന്നുമില്ലേ? വേണ്ടേ? വേണ്ട എന്നാണെങ്കിൽ അവർക്ക് അവരുടെ മതം എന്ന് പറയുന്നതിനോട് എത്ര കൂറുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. അപ്പൊ വേണ്ടാത്ത മതമാണ് ഇതിൽ ഒന്നും നടക്കാതിരിക്കുകയെങ്കിലും ചെയ്യണ്ടേ? വേണ്ട മതമാണെങ്കിൽ മതങ്ങളുടെ വ്യത്യസ്തത ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അങ്ങനെ മതങ്ങളുടെ വ്യത്യസ്തതകൾ ഇല്ലാതാക്കുകയൊന്നും വേണ്ട, മതങ്ങൾ മതങ്ങളായി തന്നെ പോയത് കൊണ്ട് ഈ രാജ്യത്ത് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന് ഈ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളും പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇതുവരെ ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്, മതവിശ്വാസികൾ യോജിക്കേണ്ട മേഖലകളാണ് ഇതൊക്കെ. ഭരണകൂടത്തിന്റെ തികച്ചും വളരെ വിവേചനപൂർണമായ, അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ മതം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമുള്ളതൊന്നുമല്ല. മതം എന്ന് പറയുന്നത് മുഴുവൻ ലോകത്തിന്റേതും സ്വത്താണ്, പൊതു സ്വത്താണ്. ഇവിടെയല്ല പല മതങ്ങളും ഉണ്ടായത്. ലോകത്തെമ്പാടും രൂപപ്പെട്ട വലിയ മതങ്ങളുണ്ട്, ആഗോള ലോകമതങ്ങൾ. ആ മതങ്ങളെല്ലാം ഈ രാജ്യത്ത് വരുമ്പോ ഇവിടെയെല്ലാം അടിച്ചടച്ച് ഇല്ലാതാക്കി അതിന്റെ മറയെല്ലാം തേച്ച് മായിച്ച് അങ്ങ് വല്ല ഇല്ലാതാക്കി കളയാമെന്ന് ഈ രാജ്യത്തിന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിഡ്ഢിത്തം നിറഞ്ഞ നിലപാടുകളും തീരുമാനങ്ങളുമാണ്. അങ്ങനെ വിഡ്ഢിത്തം മാത്രമേ നമ്മുടെ ഈ ഭരണകൂടത്തിന്റെ കൈവശമുള്ളൂ. ഒരു വശത്ത് അവരുടെ പദ്ധതികൾ അതാണ്. ലക്ഷ്യം വെക്കുന്നത് യഥാർത്ഥത്തിൽ ആരെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇവിടുത്തെ പ്രബല മതവിഭാഗമായ മുസ്ലിം ജനവിഭാഗത്തെയാണ്. അവരുടെ മതത്തിന്റെ വ്യത്യസ്തതകളെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ഒരു പദ്ധതിയാണ് അതിന്റെ പിന്നിലുള്ളത്. ഒരു വശത്ത് അടിസ്ഥാനപരമായ മതത്തെ തകർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നടത്തിക്കളയാം എന്ന ആലോചന. രണ്ടാമത്തേത്, ഈ മതത്തെ മുഴുവനായി തകർക്കാൻ പറ്റില്ല എങ്കിൽ അവരുടെ വ്യക്തിത്വം തകർത്ത് കളയാം. NRC അതാണല്ലോ പിന്നീട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് മതവിശ്വാസികളായ വ്യക്തികളുടെ പൗരാവകാശത്തെ റദ്ദ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നെല്ലാം ക്രൂരതയാണ്. ഒരു രാജ്യത്തിന്റെ മതേതരത്വത്തിന് ലോകത്തൊരു രാജ്യം ഇത്തരം വൃത്തികേടുകൾ കാണിച്ചിട്ടില്ല. അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിച്ച രാജ്യങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. സോവിയറ്റ് റഷ്യയിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമുക്കറിയാം അത് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. റഷ്യ സോവിയറ്റ് യൂണിയനിൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാം ചരിത്രത്തിൽ. ഏക സിവിൽ കോഡൊക്കെ നടപ്പാക്കി ജനങ്ങളുടെ സാംസ്കാരികമായ വൈവിധ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ തകർച്ചയ്ക്കാണ് വഴിവെക്കുക എന്നാണ് തെളിയിക്കുന്നത്. അതുപോലെ തന്നെ തുർക്കിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കപ്പെട്ട മറ്റൊരു രാജ്യമാണ്. കുറെ കാലത്തേക്ക് അധികാരത്തിന്റെ ഒമ്പ് ഉപയോഗിച്ച് പട്ടാള ശക്തി ഉപയോഗിച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചെങ്കിലും പക്ഷെ തുർക്കി ഇന്ന് തിരിച്ചെത്തിയിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങളുടെ എല്ലാം ഉള്ളിലുള്ള അടിസ്ഥാന വികാരമായ മതപരമായ വികാരങ്ങളെ പട്ടാള ശക്തി കൊണ്ട്, അധികാര ശക്തി കൊണ്ട് തകർത്ത് നിരൂപണമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അതിലതിന്റെ പുറംപോച്ചിൽ എത്ര കാലം അത് വിജയിച്ചാലും പിൽക്കാലത്ത് ജനങ്ങളുടെ അഭിലാഷങ്ങൾ തന്നെയാണ് അവിടെ തിരിച്ചു വരിക എന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ന് തുർക്കിയിൽ ഏതൊരു മതമാണോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചത് ആ മതം ഇന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന സ്ഥിതി വീണ്ടും നിലനിൽക്കുകയാണ്. അങ്ങനെ പൗരാവകാശം റദ്ദ് ചെയ്ത് മറ്റുള്ള പൗരന്മാരോടൊപ്പം ഈ മുസ്ലിം പൗരന്മാർക്ക് അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ വീണ്ടും ലക്ഷ്യം വെച്ചതാണ് NRC സംഭവത്തിലൂടെ നമ്മൾ എല്ലാവരും കണ്ടത്. പക്ഷെ അവിടെയും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരടക്കമുള്ള ജനതയുടെ മതേതരത്വ ബോധമാണ് ഇന്നും ഈ രാജ്യത്തിന്റെ അസ്ഥിവാരമായി നിലനിൽക്കുന്നതെന്ന് തെളിയിച്ചുകൊണ്ട് അവർക്ക് ആ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ പോയി. തെരുവോരങ്ങൾ ഉണർന്നപ്പോൾ അസൈദ് ഹിമാചലം
മതേതരത്വത്തിന്റെ ശബ്ദമുയർന്നപ്പോ അവർക്കത് ഫ്രീസ് ചെയ്യേണ്ടി വന്നു, ഭരണത്തിൽ വെക്കേണ്ടി വന്നു, അവരുടെ പദ്ധതികൾ നടപ്പായില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ മതം ഇല്ലാതാക്കാനും സമ്മതിക്കില്ലെങ്കിൽ പൗരത്വം തകർക്കാനും പറ്റില്ല എങ്കിൽ പിന്നെ എന്നാ പിന്നെ ഇവരുടെ ആരാധനാലയങ്ങൾ എവിടെയാണല്ലോ ഇതൊക്കെ വളരേണ്ടത്? ഇതിന്റെ നഴ്സറികള്, അതിന്റെ വർക്ക്ഷോപ്പുകൾ, ആരാധനാലയങ്ങളാണല്ലോ, മദ്രസകളാണല്ലോ എന്ന് അടങ്ങെടുത്ത് കളയാം. അടുത്തൊരു ആലോചനയാണ്, ആഗ്രഹമാണ്, ചില മോഹങ്ങൾ, വ്യാമോഹങ്ങൾ എന്നല്ലാതെ എന്ന് പറയാനാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവര് വഖഫ് ഭേദഗതി ബില്ലുമായി രംഗത്ത് വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വഖഫ് ഭേദഗതി ബില്ലില് ഒരു കാരണവശാലും നീതിബോധമുള്ളവർക്കോ മതേതര ബോധമുള്ളവർക്കോ അംഗീകരിക്കാനാവാത്ത വ്യവസ്ഥകളാണ് അതിനകത്ത് എഴുതി ചേർത്തത് എന്ന് വളരെ കൃത്യമായി നമ്മുടെ രാജ്യം തിരിച്ചറിയുകയുണ്ടായി. എല്ലാ ആളുകളും അത് തിരിച്ചറിഞ്ഞു. ഇവിടെ അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല അക്കാര്യം പറഞ്ഞത്. നമുക്കറിയാം, രാജ്യത്തെ മതേതര കക്ഷികളൊക്കെ അവസരത്തിനൊത്തുയർന്നു. ഹിന്ദു ഭൂരിപക്ഷമുള്ള മതേതര പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി ആയാലും അതുപോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ DMK ആയാലും മമതാ ബാനർജിയുടെ പ്രസ്ഥാനമായാലും ഒക്കെ അവിടെയൊന്നും മുസ്ലിമീങ്ങളുടെ എണ്ണം നന്നെ കുറവാണ്. ഉണ്ടെങ്കിൽ പോലും ഒട്ടും ഭൂരിപക്ഷമല്ലാത്ത അവർ പോലും ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം എന്ന് നമ്മൾ ചോദിക്കുപോലെ അവരവിടെ ചോദിച്ചു, നിങ്ങളെന്താണ് വഖഫ് ഭരിക്കാൻ വേണ്ടി മാത്രം മുസ്ലിങ്ങളല്ലാത്ത രണ്ടുപേര് വേണമെന്ന് നിയമം വെച്ചത്? ദേവസ്വം ഭരിക്കാൻ ഹിന്ദുക്കളല്ലാത്ത രണ്ടു വേണമെന്ന് നിയമം വെച്ചാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്നാണ് ചോദിച്ചത് പാർലമെന്റിൽ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ അവർ പതറിപ്പോയി. മതേതര ഇന്ത്യ അതിനെ ശക്തമായ നിലയിൽ ചെറുത്തു തോൽപ്പിക്കും എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഹിന്ദുക്കളായ മതേതര വിശ്വാസികൾ, എല്ലാ വിഭാഗത്തിലും പെട്ട സിഖുകാരായ മതേതര വിശ്വാസികൾ ഈ മദ്രസകളും വഖഫ് ഭൂമികളും ആ സമുദായത്തിന്റെ താല്പര്യത്തിനെതിരായി പിടിച്ചെടുത്ത് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയില്ല എന്നവര് അറിഞ്ഞപ്പോ അവര് നടത്തിയ മറ്റൊരു ഇടപെടലാണ് ഈ സമൂഹത്തിൽ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുക എന്നുള്ളത്. ആ വിള്ളലുണ്ടാക്കൽ പ്രക്രിയയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന മുനമ്പം ഭൂപ്രശ്നം സത്യത്തിൽ ഉയർന്നു വരുന്നത്. ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതുപോലെ തന്നെ NRC നടപ്പാക്കി മുസ്ലിമീങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അവരവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ആരും അവരുടെ അജണ്ടയ്ക്ക് കൂട്ടുനിന്നിട്ടില്ലായിരുന്നു ഇന്നലെ വരെകളിൽ എന്നുള്ളതാണ് സത്യം. പക്ഷെ പുതിയ സംഭവ വികാസത്തിന്റെ സവിശേഷമായ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗം, ആ മതവിഭാഗത്തിന്റെ ഉന്നത സ്ഥാനീയരായ പലരും ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ വഖഫിന് നേരെയുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നത് തികച്ചും വ്യത്യസ്തമായ, ഇതുവരെയുള്ള അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒന്നായി നമുക്ക് കാണേണ്ടി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോ ഇവിടെ വഖഫിന്റെ നാൾവഴികളെ, വഖഫിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, ഈ പ്രശ്നത്തിന്റെ മുനമ്പം വഖഫ് പ്രശ്നത്തിന്റെ യഥാർത്ഥത്തിൽ അജണ്ടകളെ കുറിച്ചൊക്കെ നമുക്ക് ഏറ്റവും നന്നായി നമ്മെ പരിചയപ്പെടുത്താൻ പ്രിയപ്പെട്ട പ്രേം ബാബുവിനെ പോലുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ വലിയ കരുത്തായി നിൽക്കുന്നത്. സത്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ, അത് ലെജിസ്ലേറ്റീവിലായാലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിലായാലും നീതിയുടെ പക്ഷം പറയാൻ ഇന്നും രാജ്യത്ത് മതേതര സമൂഹത്തിന്റെ പ്രതിനിധികളുണ്ട് എന്നത് നമുക്ക് വലിയ ആശ്വാസമാണ്. അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നതുകൊണ്ട് ഞാനിന്ന് അധികം പറയാതെ ഞാൻ അദ്ദേഹത്തിന് വേദി ഒഴിയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായം വഖഫ് പിടിച്ചെടുത്ത് അവര് മറ്റുള്ളവരുടെ എന്തൊക്കെയോ പിടിച്ചെടുക്കുകയാണ് വഖഫിലൂടെ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ല് നടപ്പാക്കിയെങ്കിൽ അല്ലാതെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് പറയാൻ ഇവിടെ ഒരു പ്രബല മതവിഭാഗം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുകൂലമായ സാഹചര്യം. ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ സത്യത്തിൽ അവരത് ചെയ്തുകൂടാത്തതാണ്. മുസ്ലിം സമുദായം ഒരിക്കലും ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു സ്വത്തും ഒരു കാലത്തും പിടിച്ചെടുക്കണമെന്ന് ശ്രമിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിൻ്റെതില്ല. പൊതുസമൂഹത്തിന്റെ സ്വത്ത് പോലും പിടിച്ചെടുക്കാൻ മുസ്ലിം സമുദായം ശ്രമിച്ചു എന്നുള്ള ഒരു ആക്ഷേപം ഇവർക്ക് ആർക്കും ഇല്ലാത്തതാണ്. ഈ വഖഫിന്റെ ഭേദഗതി ബില്ല് നടപ്പാക്കുമ്പോഴും മുസ്ലിമീങ്ങള് രാജ്യത്തിന്റെ സ്വത്ത് പിടിച്ചെടുത്തു, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടെന്ന് ഇവരാരും പറയുന്നില്ല. മുസ്ലിമീങ്ങൾ ആരുടേതാണ് പിടിച്ചെടുത്തത്? മുസ്ലിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? പിടിച്ചെടുത്താൽ അതിന് നിയമസാധുത ഉണ്ടാകുമോ? നമ്മൾ തന്നെ അതിനെ ചോദ്യം ചെയ്യുമല്ലോ.
നമ്മൾ ആരുടെയും പിടിച്ചെടുത്തു എന്നുള്ളതല്ല, നമ്മുടേത് പിടിച്ചെടുക്കപ്പെട്ടത് നമ്മുടെ അവകാശമാണെന്ന് പറയാൻ പോലും ഇനി അവകാശമില്ലത്രേ. എന്താ സംബന്ധമാണ് ഭാരതത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? മുസ്ലിം സമുദായത്തിന്റെ വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ വഖഫ് ചെയ്തതാണ്. എത്രയോ ഭൂമികൾ നമുക്ക് ഈ എറണാകുളം ജില്ലയിൽ തന്നെ അറിയാം. ഏക്കർ കണക്കിന്, ദശക്കണക്കിന് ഏക്കർ ഭൂമികളുള്ള പള്ളികൾ നമുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പള്ളികളൊക്കെ യഥാർത്ഥത്തിൽ അതിന്റെ ഭൂമി, അതിന്റെ പ്രോപ്പർട്ടി ഒക്കെ അത് നമ്മുടെ കാരണവന്മാർ, അവരുടെ മക്കൾ, അവരുടെ പിന്മുറക്കാർ അനുഭവിക്കേണ്ടുന്ന കോടിക്കണക്കിന്, കോടാനുകോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ദൈവപ്രീതി കാക്ഷിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മതപരമായ സാംസ്കാരികമായ ആവശ്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ്. ആരുടെയും പിടിച്ചെടുത്തതാണെന്ന് പറഞ്ഞ് നമുക്കെതിരെ ഒരു കേസ് ഇന്ന് വരെ പോയിട്ടില്ല. കോടതിയിൽ ഉണ്ടോ? മുസ്ലിം സമുദായം ഞങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തു, ഒരു ക്രിസ്ത്യാനിയും പോയ കേസ് നമ്മൾ അറിയുന്നിടത്തോളമില്ല, ഒരു ഹിന്ദുവും പോയ കേസില്ല. സർക്കാർ നമുക്കെതിരെ കേസ് പോകേണ്ട സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല. അത്രമാത്രം നമ്മുടേത് മാത്രം നമുക്കനുഭവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു സമുദായത്തെ കൊള്ളക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നത് വളരെ അപകടം പിടിച്ച ഒരു സംഗതിയാണ്. അവരെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത് ഒരു സമുദായത്തെ അല്ല, അവർ വെല്ലുവിളിക്കുന്നത് രാഷ്ട്രത്തിന്റെ നിയമവ്യവസ്ഥയും കോടതിയെയുമാണ് എന്ന് അവരോട് വളരെ കൃത്യമായി പറയേണ്ടവർ സന്നദ്ധമാകണമെന്ന് ഞാൻ പറയുന്നത്. കോടതിയെ വെല്ലുവിളിക്കാൻ, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ, രാജ്യമുണ്ടാക്കിയ വഖഫ് നിയമത്തെ വെല്ലുവിളിക്കാൻ ഇവറ്റകൾക്ക് കൂസലില്ലാതായി മാറുന്നുവെങ്കിൽ അത് നമുക്ക് കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഈ രാജ്യത്ത് ഒരു നിയമമുണ്ടെങ്കിൽ നാം അതിനെ വെല്ലുവിളിക്കുമോ? ഈ രാജ്യത്ത് നമുക്കെതിരെയുള്ള പല വിധി പ്രസ്താവങ്ങളും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠങ്ങളിൽ നിന്ന് വന്നു. മനസ്സില്ലാ മനസ്സോടെയും അങ്ങേയറ്റം നൊമ്പരത്തോടും കൂടിയാണ് നമ്മളത് പലതും സ്വീകരിച്ചത്. ഉദാഹരണമാണ് ബാബരി മസ്ജിദിന്റെ വിധി. ബാബരി മസ്ജിദിന്റെ വിധി വിധിച്ച കോടതിക്കറിയാം, കേട്ട രാജ്യത്തിനറിയാം, ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ബാബരി മസ്ജിദിന്റെ വിധി സുപ്രീം കോടതി പറഞ്ഞത് നീതിയുടെ വിധിയല്ല, നീതിയുടെ വിധിയേ അല്ല. അതുകൊണ്ടാണല്ലോ വിധി പറഞ്ഞിട്ട് ആ വിധിയിൽ നഷ്ടം പറ്റിയ ശക്തികൾക്ക് അഞ്ചേക്കർ ഭൂമി അപ്പുറത്ത് കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ വിധി ലോകത്ത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വിധി കേട്ടിട്ടില്ലല്ലോ. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ അമ്പലം പൊളിച്ചതല്ല, അവിടെ മുസ്ലിമീങ്ങളുടെ പള്ളി ഉള്ളതാണ് എന്ന് വിഗ്രഹം വെച്ച് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായാലും ശരി ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വിധിക്കാൻ പറ്റും, അതുകൊണ്ട് അവർക്ക് കൊടുത്തേരെന്ന് പറയുന്ന ഒരുമാതിരി വിധി നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എക്കാലത്തേക്കും നാണക്കേടുണ്ടാക്കിയ ഒരു വിധി. ആ വിധി വന്നിട്ട് പോലും ബാബരി മസ്ജിദ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഈ രാജ്യത്ത് ഒരു കലാപം കൂട്ടിയിട്ടുണ്ടോ? ആ വിധിയെ പോലും നമ്മൾ മാനിച്ചിട്ടുണ്ട്. വിധി പറഞ്ഞ കോടതിക്കറിയാം, കേട്ട രാജ്യത്തിനറിയാം, എല്ലാവർക്കും അറിയാം. അത്രയും മനോവേദനയോടുകൂടി പോലും അത്തരം വിധി പ്രസ്താവനങ്ങളെ മാനിച്ച് രാഷ്ട്രത്തിന്റെ നിയമവ്യവസ്ഥയോട് പരമാവധി സമരസപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു ജനവിഭാഗത്തെ അവരുടെ സ്വന്തം വഖഫ് പിടിച്ചെടുത്ത കൊള്ളക്കാരന്മാർ എന്ന് പറയുന്നവരെ ഞങ്ങൾക്ക് പറയേണ്ടി വരും. ശുദ്ധ കൊള്ളക്കാർ. അവർ നമ്മെ കൊള്ളക്കാരാക്കി അവരുടെ എന്തോ പിടിച്ചെടുത്ത പോലെ. നമ്മളെന്താ പിടിച്ചെടുത്ത്? നമ്മളൊരു വകയും പിടിച്ചെടുത്തിട്ടില്ല. പിടിച്ചെടുത്തു എന്ന് തെളിയിച്ചാൽ ഇവരുടെ ആരുടെയും മോശാരം വേണ്ട. ഞങ്ങളെ പിടിച്ചെടുത്തവരെ കൊണ്ട് തിരിച്ചു പഠിപ്പിക്കുന്ന സമുദായമാണിത്. പിടിച്ചു കൊടുത്തു എന്ന് തെളിയിക്കട്ടെ. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുരോധമായി കോടതിയിൽ പിടിച്ചെടുത്താലും തെളിയിച്ചാൽ വിട്ടുകൊടുക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഞങ്ങൾ ആരെയാണ് നേരിടുന്നത്? രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ മുസ്ലിം സമുദായം. ഇവിടെ അബ്ദുസ്സലാം സാഹിബ് കേസിന് പോയെന്ന് പറഞ്ഞാൽ തന്ന അതേപോലെ തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്നാണോ? ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കേസിന് പോയി കോടതി അദ്ദേഹം വിശ്വസിച്ചു എന്നാ കോടതി പറഞ്ഞ വിധി അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ നിയമവ്യവസ്ഥയെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ എതിർക്കുന്നു എന്നാണ്. ആരാണ് രാജ്യസ്നേഹികൾ? ആരാണ് രാജ്യദ്രോഹികൾ? ഈ രാജ്യം തിരിച്ചറിയേണ്ടതുണ്ട്. രാഷ്ട്രം നിയമിച്ച രാഷ്ട്രത്തിന്റെ വഖഫ് നിയമങ്ങളെ ഞങ്ങൾ മാനിക്കില്ല. അതിന്റെ പേരിൽ കലാപം കൂട്ടും. മാനിക്കില്ല എങ്കിൽ ആ ഭേദഗതി തിരുത്താൻ വേണ്ടിയിട്ട് നിയമപരമായ വഴികളിലൂടെ അവർ നീങ്ങട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങൾ കലാപം കൂട്ടും, ഈ രാജ്യത്തെ ഒരു സമുദായത്തിന് നേരെ ശത്രുക്കളെ പ്രചരിപ്പിക്കുമെന്നൊക്കെ പറയുന്ന ശക്തികൾക്ക് കീഴടങ്ങിയാൽ ഈ രാജ്യത്ത് അക്രമത്തിനും അനീതിക്കും കീഴടങ്ങുന്ന പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് നിരന്തരമായി ആവർത്തിക്കപ്പെടുകയായിരിക്കും. അങ്ങനെ കീഴടങ്ങേണ്ട ഒരു ഗതികേടും ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിനില്ല എന്നുള്ളതാണ് സത്യം. കാരണം പലരും പറയാറുള്ളത് പോലെ ഓട് പൊളിച്ചിറങ്ങി വന്ന സമുദായമൊന്നും വലിയ സമുദായം. ഈ സമുദായം ഇന്ത്യയുടെ അടിസ്ഥാന ജനതയാണ്.
ഈ രാജ്യത്ത് ഞങ്ങൾക്കുള്ളതെല്ലാം ഈ രാജ്യത്ത് നമ്മുടെ പൂർവികന്മാർ നമുക്കായി വിട്ടുതന്നത് മാത്രമാണ്. ആരുടെയും പിടിച്ചെടുത്തുവെന്ന് ശത്രു പോലും പറഞ്ഞിട്ടില്ലാത്തതാണ്. പിടിച്ചെടുത്തതിന് നേരെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത്തരക്കാരെ കൊള്ളക്കാരായി ചിത്രീകരിക്കുന്ന പ്രവണതകളെ കാണുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ മുനമ്പ വകുപ്പിന്റെ പ്രശ്നത്തിൽ തന്നെ നമുക്കറിയാം, അവിടെ മുസ്ലിം സമുദായം ഈ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തോട് പൊതുസമൂഹത്തിനോട് ചെയ്ത ഒരു വലിയ സേവനമായിരുന്നില്ലേ ഫാറൂഖ് കോളേജ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ 404 ഏക്കർ ഫാറൂഖ് കോളേജിന് കിട്ടിയത്. ഫാറൂഖ് കോളേജിന്റെ കാരണവന്മാർ വകുപ്പ് ചെയ്തത് പോലും അല്ലത്. അതിന് കോളേജിന്റെ നടത്തുകാരുടെ അപ്പനപ്പൂപ്പന്മാരൊന്നും വകുപ്പ് ചെയ്തല്ലത്. അവരുടെ കൈകളിലേക്ക് അത് വന്ന 400 ഏക്കറിന്റെ ഉടമസ്ഥനായ ഒരു വ്യക്തി, മതഭക്തനായ, പരലോക പ്രതിഫലം കാക്ഷിച്ച, തന്റെ ആത്മമോക്ഷത്തിന് വേണ്ടി അന്ന് 1 ലക്ഷം രൂപ വിലയുള്ള, എല്ലാവർക്കും അറിയാവുന്നത്, 5 ലക്ഷം രൂപയുടെ ഈട് വേണമെന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റി കോളേജിന്, ഫാറൂഖ് കോളേജിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞപ്പോ 4 ലക്ഷം സമാഹരിച്ചിട്ടും 5 ലക്ഷം കൂട്ടിമുട്ടാൻ കഴിയാതെ വന്നപ്പോ സീതി സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി ബന്ധപ്പെട്ട് ഓടി നടക്കുമ്പോ തന്റെ കൈവശം വരുന്ന 404 ഏക്കർ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ ഫാറൂഖ് കോളേജ് തുടങ്ങാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത ഉദാഹരണമായ ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് അതിന്റെ മുത്തവല്ലിപ്പട്ടം കിട്ടാൻ കാരണം. അവരുടെ സ്വന്തം ഭൂമിയൊന്നും അല്ലത്, അത് അവന്മാരുടെ സ്വന്തം ഭൂമിയുമല്ല. ഇതാണോ അല്ലേ അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ അദ്ദേഹം വകുപ്പ് ചെയ്ത് കൊടുത്തതിന്റെ പേരിലാണത്. അത്രയും ഭൂമി വിട്ടുകൊടുക്ക ആർക്ക് വേണ്ടിയാ കൊടുത്തെന്നറിയാമോ? മഹാനായ പ്രവാചകൻ പറഞ്ഞു, സബഉൻ തജ്രി ബഅദനിൽ അബ്ദി ബഅദ മൗതിഹി വഹുവ ഫീ ഖബരി. 7 കാര്യങ്ങൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മരണാനന്തരം ഖബറിൽ അതിന്റെ പുണ്യം പ്രവഹിച്ചുകൊണ്ടിരിക്കും, അതിന്റെ നന്മ കിട്ടിക്കൊണ്ടിരിക്കും, അവന്റെ പരലോകത്തുനിന്ന് മോക്ഷം. ഈ പറഞ്ഞ ഹദീസിൽ മഹാനായ പ്രവാചകൻ പറഞ്ഞു, മന്നല്ല ആരെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തുവെന്ന്. വിദ്യാഭ്യാസ പ്രവർത്തനം വഖഫിന്റെ 7 വകകൾ പറയുകയാണ് പ്രവാചകൻ ഇവിടെ. ഒന്നാമത് പറഞ്ഞത് വിദ്യാഭ്യാസം എന്നാണ്. പള്ളിയെന്നും മദ്രസ എന്നൊക്കെ പറയുന്ന പുറകെ 5-മതും 6-മതുമാണ്. അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു നദി കീറി, ഒരു കനാല് കീറി സമൂഹത്തിന് സമർപ്പിച്ചു. വഖഫ് അങ്ങനെയാണ്. വഖഫിനെ മുസ്ലിം സമുദായത്തിന് വേണ്ടിയൊന്നും മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. പൊതുസമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, നദിയും കനാലും കീഴിക്കൊടുത്താൽ, അതുപോലെ തന്നെ ഒരു കിണറ് കുത്തിയിട്ട് പൊതുസമൂഹത്തിന് വിട്ടുകൊടുത്താൽ, ഇതൊക്കെ ഉപയോഗിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമാണോ കിണറ്റിൽ വെള്ളം കുടിക്കുന്നത്? ഒരു കനാല് നിർമ്മിച്ചാൽ അതിന്റെ ഉപയോഗം കിട്ടുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമാണോ? അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല പ്രവാചകനും മുസ്ലിം സമുദായത്തിനും. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്താൽ ആർക്കും അതിന്റെ ഗുണം കിട്ടില്ല. അടുത്തത് കേട്ടോളൂ, 4-മത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശാലമായ ഭൂമി ഉണ്ടായിരുന്നു, വഖഫ് ചെയ്തു നിങ്ങൾ. അതിൽ നിങ്ങൾ ഒരു തോട്ടം നിർമ്മിച്ചിട്ട് ആ തോട്ടത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പൊതുസമൂഹത്തിന് വിട്ടുകൊടുത്താൽ, അത് കൊടുത്താൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുവിനും അനുഭവിക്കാവുന്ന വിധത്തിൽ, ക്രിസ്ത്യാനിക്ക് അനുഭവിക്കാവുന്ന വിധത്തിൽ കൊടുത്താൽ അതവന്റെ പരലോകത്തെ ഖബറിൽ പുണ്യമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് കേട്ടിട്ട് വീണ്ടും പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പള്ളി പണിതാൽ, അല്ലെങ്കിൽ ഒരു പള്ളി പണിതാൽ. ഈ പള്ളി പണിതാൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ വഖഫ് പറഞ്ഞ ആകെ പള്ളി മാത്രമെന്നാ. പള്ളി 5-മതാ പറയണേ. അത് വർദ്ധ മുസ്തഹബ് അല്ലെങ്കിൽ മുസ്തഹബ് പാരായണത്തിന് പഠിക്കാനും വേണ്ടി വിട്ടുകൊടുത്താൽ, അത് അല്ലെങ്കിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനത്തെ വളർത്തിവിട്ടാൽ, ഈ പറഞ്ഞ ഒടുവിലത്തെ 3 കാര്യങ്ങൾ വഖഫാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ വഖഫാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതാണ് യഥാർത്ഥത്തിൽ വഖഫ്. അതിന്റെ 1-മത്തെ കാര്യം വിദ്യാഭ്യാസത്തിന്റെ വഖഫാണ്. ആ വിദ്യാഭ്യാസത്തിന്റെ വഖഫായി 404 ഏക്കർ സ്വന്തം മക്കൾ അനുഭവിക്കേണ്ടുന്ന അന്നത്തെ 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞതിന്റെ വിലയെ ആലോചിച്ച് നോക്ക്. ആ 404 ഏക്കർ ഇന്ന് വിറ്റ് എത്ര കിട്ടുക? അതിനൊന്ന് വില 1 ലക്ഷമാണ്. ആ 1 ലക്ഷം ഒരു സാധുവായ മനുഷ്യൻ വിട്ടുകൊടുക്കുക, പടച്ചവന്റെ പ്രീതി കാക്ഷിച്ച്. ആ ഭൂമിയുടെ പേരിലാണ് അത് വഖഫാണ് എന്ന് പറഞ്ഞു പോയതാണ് ഈ സമുദായം ചെയ്ത ദ്രോഹം പോലും, തെറ്റ്. എന്ത് നമ്മൾ ചിലർ തെറ്റൊന്നുമല്ലോ, എന്ത് വലിയ തെറ്റാണ് ചെയ്തത്? അത് വഖഫാണെന്ന്. അതിന് വഖഫാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖകളൊന്നുമില്ലേ ഇവിടെ? വഖഫാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന, ഇപ്പോ അത് വഖഫല്ല എന്ന് പറയാൻ മുസ്ലിം സമുദായത്തിന്റെ പുറത്തുള്ള ഈ ശക്തികൾ ദുഷ്ടതാല്പര്യത്തോടു കൂടി അത് പറയുന്നത് പോകട്ടെ.
സമുദായത്തിൽപ്പെട്ട ചില ഏമാന്മാരും കൂടി അത് വഖഫല്ലെന്ന് പറയുക. ഇവിടെ നേരത്തെ പറയുകയുണ്ടായി പരമകാരുണികനും. ആ വഖഫിന്റെ ആധാരം നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം, ലോകത്തിന് കാണാം. പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് വഖഫല്ല പോലും. പിന്നെ എന്ത് സാധന അത്? പിന്നെ എന്താ അത്? പടച്ചവന്റെ തിരുനാമത്തിൽ. എന്നിട്ട് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ടി കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഉണ്ണിക്കമ്പ് സാഹിബിന് കൊടുക്കുന്ന മുഹമ്മദ് സിദ്ദീഖ് സേട്ടു എഴുതി കൊടുത്ത വഖഫ് ആധാരം രേഖ ഇന്ന് ഇങ്ങനെ കിടക്കുകയാണ് വളരെ കൃത്യതയോടുകൂടി. വഖഫ് ആധാരം എന്ന് എഴുതിയത് വഖഫല്ല എന്ന് പറയുക. വഖഫല്ലാതാക്കാൻ വേണ്ടി ഒരു സംഭവം ശ്രമിച്ചുകൊണ്ടിരിക്കുക. വഖഫ് ആധാരം എന്ന് ആധാര രേഖകളിൽ കിടക്കുന്ന ഇത് ദാനാധാരമാണോ, മറ്റു 3-4 ആധാരങ്ങളുണ്ട്, അത്തരത്തിലുള്ള ഏതെങ്കിലും ആധാരമാണോ എന്ന് എടപ്പള്ളി വില്ലേജ് ഓഫീസിൽ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ വഖഫ് ആധാരം എന്ന് ടിക്ക് ചെയ്തിട്ട് മറ്റു 3നും ബാധകമല്ല 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 എന്ന് എഴുതി കൊടുത്ത രേഖകൾ നമ്മുടെ കൈവശപ്പെട്ടിട്ടുണ്ട്. വഖഫ് ആധാരം മാത്രമാണ് എന്ന് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് കിട്ടിയ ഉത്തരം. എന്നിട്ടും വഖഫ് ആധാരമല്ലെന്ന്. എത്രമാത്രം സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുകയാണ് ഈ ദുഷ്ടശക്തികൾ, അകത്തും പുറത്തുമുള്ളവർ. നിങ്ങൾ ആലോചിക്കണം. ഇത് പറയേണ്ടത് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കില്ലേ? നമ്മളാരെങ്കിലും കൊള്ള ചെയ്യാൻ ശ്രമിക്കുന്നതാണോ? നോക്കൂ, എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. കരം തീർത്തും നിരാക്ഷേപമായി അനുഭവിച്ചു വരുന്നതുമായ വസ്തുക്കളിൽ തന്റെ താഴെ വിവരം പറയുന്നു 1 ലക്ഷം രൂപ വിലയുള്ളതുമായ 404 ഏക്കർ 76 സെന്റ് സ്ഥലവും അതിനുള്ള സകല ഗ്രഹണങ്ങളും കൂടി കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമുള്ളെന്നുള്ള വിശ്വാസത്താൽ കൊടുത്തതാണ്. അത് വഖഫല്ലേ? ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്ന് വിശ്വാസത്താൽ കൊടുത്തതാണെന്ന് ഞാൻ എഴുതി വെച്ചേക്കുക. എന്റെ അടുത്തത് അപ്പൊ ഇസ്ലാമിക വിശ്വാസ ആദർശപ്രകാരം നടത്തണം, അത് നടത്തേണ്ടവൻ കോളേജിനോട് ഏൽപ്പിച്ചത് അദ്ദേഹം അതാണ്. അതിനുശേഷം പറയുകയാണ് എന്റെ ആത്മശാന്തിക്കായി എന്ന് പറഞ്ഞാൽ ഖബറിൽ എനിക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി. ആത്മശാന്തി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞ വഖഫിന്റെ നിർവചനം പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ പദം ചേർത്തിരിക്കുന്നു, എന്റെ ആത്മശാന്തിക്കായി. ഇത് വഖഫല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന മുസ്ലിം സമുദായത്തിലെ ഒരു വിവരം കിട്ട അഡ്വക്കേറ്റ് എഴുതിയതായിട്ട് ഞാൻ കണ്ടു. ആത്മശാന്തിക്കായി എന്ന് എഴുതിയത് കൊണ്ടത് വഖഫല്ലാന്ന്. എടാ, ആത്മശാന്തിക്കാണെന്ന് എഴുതിയത് കൊണ്ടാണ് വഖഫായത്. എന്താണോ ഇത് ഇതാണെന്ന് പറയുന്നത് പോലെ പച്ചയായ ഒരു യാഥാർത്ഥ്യത്തെ ഒരു മുസ്ലിം അഡ്വക്കേറ്റ് തന്നെ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ളതെന്ന് അറിയണം. ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥയോടുകൂടി വഖഫായി, വീണ്ടും ആവർത്തിച്ച് പറയുക, വഖഫായി വഖഫായി കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഭൂമിയാണിത്. ഇതാരുടെയും നമ്മൾ പിടിച്ചെടുക്കുന്നതല്ല. ഈ സ്റ്റാറ്റസ് ഈ ഭൂമിയുടെ നിലനിൽക്കണം, അതൊരു ന്യായമാണ്. ഇതിനുവേണ്ടി പറയാൻ ദൈവത്തിന്റെ മാലാഖമാരിറങ്ങി വരികയില്ല. ദൈവവിശ്വാസികളെ അവകാശത്തിന് വേണ്ടി പറയാൻ ബാധ്യസ്ഥരാണെന്നത് നമ്മൾ ബോധ്യപ്പെടുത്തുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. കോടതി വിധി നമുക്കെതിരായാൽ നമ്മളിവിടെ ഒരു കലാപം നടത്താൻ പോകുന്നില്ല. പക്ഷെ കോടതിയെയും സമൂഹത്തെയും ഇത് ബോധ്യപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കുഴപ്പക്കാരും ഇത് പിടിച്ചെടുത്തിട്ട് ഇത് ഈ ആധാരമൊക്കെ നിലനിൽക്കുക വഖഫല്ലെന്ന് പറയുന്നവരും മിടുക്കന്മാരും രാജ്യസ്നേഹികളും ഒക്കെയാണെന്ന് പറഞ്ഞാൽ അതങ്ങ് കേട്ടുകൊണ്ട് വിഴുകിക്കൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുമോ? അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് അതിൽ പറയുകയാണ് പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഇതിൽപ്പെട്ട വകകളും അതിൽ നിന്നെടുത്ത ആദായവും പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ യാതൊരു മറ്റാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തതാ വഖഫ. അത് ഇൽമിനല്ലാതെ ബാറിന് വേണ്ടി ബാറുകൾ തുടങ്ങാനോ റിസോർട്ട് തുടങ്ങാനോ എടുക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചേക്കുന്ന വഖഫ് നിലനിൽക്കുകയാണ്. ഇത് വഖഫല്ലെന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുതകൾ ശേഷിക്കുകയും ചെയ്യുന്നതായാൽ കോളേജ് ഇല്ലാതായാൽ ഒക്കെ. അപ്പൊ ഇല്ലാതായോ? ഫാറൂഖ് കോളേജ് ഇല്ലാതായോ? ഇവരൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു അത്രയത്. അതുകൊണ്ട് ഇടപാടിന് എന്തെങ്കിലും നടത്തണമെങ്കിൽ വസ്തുവകൾ ശേഷിക്കുമ്പോൾ കോളേജ് ഇല്ലാതായി വസ്തുക്കൾ ശേഷിക്കുന്നെങ്കിൽ എന്താ അത് പറയാൻ കാര്യം? അത് പിന്നെ പരിരക്ഷിക്കാനെന്ന് വഖഫ് ബോർഡൊന്നുമില്ല. എഴുതി കൊടുക്കുന്ന 1950 അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വഖഫ് ബോർഡൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ അനന്തരാവകാശികൾക്ക് കൊടുക്കണമെന്നാ പറഞ്ഞേക്കണത്. അപ്പൊ അത് അനന്തരാവകാശികൾക്ക്, അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്കാ പോകണ്ടേ? ഫാറൂഖ് കോളേജിന്റെ മാനേജ് കമ്മിറ്റിയുടെ അനന്തരാവകാശികൾക്കല്ല പോകണ്ടേ? പോയാൽ അങ്ങോട്ടാ പോകണ്ടേ? പിന്നെ എന്ത് ന്യായം വെച്ചാണ് ഇവർ ഈ വാദങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മുസ്ലിം സമുദായം എന്തോ പിടിച്ചുപറിക്കാരും കൊള്ളക്കാരുമാണ്, നിയമത്തെ മാനിക്കാത്തവരാണ്. വഖഫ് തന്നെ കൊള്ള സംഘമാണ്. വഖഫിന്റെ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന ഒരു മതേതര
പ്രസ്ഥാനത്തിന്റെ MP ആയി നമ്മളൊക്കെ വോട്ട് ചെയ്ത് ഇന്നലകളിൽ വിജയിപ്പിച്ചിട്ടുള്ള എന്റെ ഇടുക്കിയിൽ MP ആയ ആളാണ്. അയാൾ വരെ പറഞ്ഞേക്കണു ഇത് എന്തൊക്കെയോ നിർദ്ദയമായ വകുപ്പുകൾ വകുപ്പിനകത്തുണ്ടെന്ന്. നിർദ്ദയമായ വകുപ്പുകൾ കൊണ്ട് വകുപ്പ് എന്താ ഇവിടെ ആരും എന്താ പിടിച്ച് എന്ത് നിർദ്ദയമായ വകുപ്പ്? ഇതൊക്കെ ചിലർ പറയുകയാണ്, ചിലർ പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമായ നിലപാടുകൾ നമ്മൾ എടുക്കുകയും ഇവിടത്തെ ഈ രാജ്യത്തെ മതേതര ശക്തികളെല്ലാം ഒരുപോലെ പറയുന്ന വഖഫ് ഭേദഗതി അനാവശ്യമാണെന്നത് നമ്മുടെ മുനമ്പത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വിഭാഗത്തിന് മാത്രം അംഗീകരിക്കാൻ പറ്റില്ലെന്ന് വന്നാൽ ഇവിടത്തെ യഥാർത്ഥത്തിൽ ആരാണ് രാജ്യത്തിന്റെ മതേതരത്വത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ മതേതര കക്ഷികളും ഒരു ഭാഗത്ത്, പക്ഷെ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ അതിനെതിര് ഫാസിസ്റ്റ് ശക്തികൾക്ക് കൊള്ളരുതിക്കൊണ്ടവർക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ മതേതരത്വത്തിന് ഭീഷണിയാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് അവരെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ പറയും, ബഹുമാന്യനായ പ്രേംനാഥ് അഡ്വക്കേറ്റ് പറയട്ടെ, കോടതികളുടെ എത്രയോ വിധികൾ ഇന്നും കോടതിക്ക് ഇന്നത്തെ പരാമർശം പോലും നാം അറിഞ്ഞത് ശരിയാണ് എങ്കിൽ കോടതി ഈ കമ്മീഷന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. പലവട്ടം കോടതി ആവർത്തിച്ച് ഫത്വയാണെന്ന് ഉറപ്പിച്ച തീരുമാനവും അവിടുത്തെ കരമടയ്ക്കാൻ പോലുള്ള അവകാശം കൊടുത്തത് പിൻവലിച്ചതും അടക്കം കോടതിയാണ്. കോടതിയെ, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നവർ രാജ്യസ്നേഹികളല്ല എന്ന മിനിമം അറിവെങ്കിലും സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ച് ഇവിടെ ഈ പ്രഭാഷകന്മാരുള്ളത് കൊണ്ട് ഞാനധികം നിരൂപിക്കാതെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായം സ്വന്തം ആവശ്യത്തിനുണ്ടാക്കിയതല്ല. ഫാറൂഖ് കോളേജ് എല്ലാവർക്കും പഠിക്കുന്ന ഇസ്ലാമിക അറബി കോളേജ് ഇത്. ഈ വഖഫ് അറബി കോളേജ് എന്നല്ല. അധികം വിദ്യാർത്ഥികൾ ഫാറൂഖ് കോളേജിൽ പഠിച്ചിട്ടുണ്ടാവുക ഒരുപക്ഷെ മുസ്ലിങ്ങളാകാം, പരിസരവാസികൾ അവരായതുകൊണ്ട്. പക്ഷേ എത്രയോ ഹിന്ദുക്കളായ ക്രിസ്ത്യാനികളായ വിദ്യാർത്ഥികൾ ഫാറൂഖ് കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം നേടിപ്പോയി ഈ വഖഫ് കാരണമായി. അതെങ്കിലും അവർ ഓർക്കേണ്ടതല്ലേ? എയ്ഡഡ് കോളേജായ ആ കോളേജിൽ എത്രയോ ഹിന്ദു ക്രിസ്ത്യാനി അധ്യാപകർ ലക്ഷക്കണക്കിന് രൂപ ഇതിൽ ശമ്പളം പറ്റുന്നുണ്ട് ഈ വഖഫ് ഭൂമിയുടെ പ്രയോജനത്തിൽ നിന്ന്. അതെല്ലാം മറന്നിട്ട് മുസ്ലിങ്ങളുടെ മാത്രമായ സ്വന്തം കാര്യം പള്ളിക്കാര്യം പോലെ ഈ വസ്തുവിനെ അവതരിപ്പിച്ചിട്ട് അതങ്ങ് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ മതേതര സമൂഹത്തിന് മുഴുവൻ ഉപകാരം ചെയ്ത മുസ്ലിം സമുദായത്തിന്റെ പൊതു സംസ്കാരം അതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന കനാലുകൾ നിർമ്മിക്കുക, കിണറുകൾ കുഴിച്ചു കൊടുക്കുക, തോട്ടങ്ങൾ നിർമ്മിച്ച് പൊതുസമൂഹത്തിന്റെ ഉപകാരത്തിന് വേണ്ടി അനുവദിക്കുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുക. ഇതൊക്കെ ഇസ്ലാമിക് സൊസൈറ്റിയുടെ എക്കാലത്തെയും പ്രവണതകളാണ്. അവിടെ മതജാതി തരംതിരിവുകളില്ലാതെ എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠനാവസരം നൽകിയ മുസ്ലിമീങ്ങളല്ലാത്ത വിദ്യാർത്ഥികൾക്ക് പഠനാവസരം നൽകി അവരെ ഉന്നതങ്ങളിൽ എത്തിച്ച ഒരു സ്ഥാപനത്തിന്റെ വസ്തുവകകൾ പിടിച്ചെടുത്ത് തകർക്കാൻ ശ്രമിച്ചിട്ട് അതിന് സൗകര്യം ചെയ്തു കൊടുത്ത ഒരു സമുദായത്തെ പ്രതിയാക്കി, കുറ്റക്കാരാക്കി, അവരെ രാജ്യദ്രോഹികളാക്കി, അവരുടെ വഖഫിന്റെ പ്രോപ്പർട്ടികൾ സംരക്ഷിക്കുന്ന നിയമത്തെ കൊള്ള നിയമമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ രാഷ്ട്രത്തിന്റെ ശത്രുക്കളാണ്. അവരെ വളരാൻ വിട്ടുകൂടാ എന്ന് ഈ സമൂഹം അറിയണമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. എത്രയോ അധ്യാപകർ ഇന്ന് ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്നത് ഈ വഖഫ് ഭൂമിയുടെ ആനുകൂല്യം പറ്റിയിട്ട. അതുകൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമ്മൾ യഥാർത്ഥത്തിലൂടെ കൈമാറുന്നത്. തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വസ്തുതകൾ നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ വലിയ ദൗത്യം ഏറ്റെടുക്കാൻ സന്നദ്ധമായ വഖഫ് സംരക്ഷണ വേദിയെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മഹത്തായ യോഗം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ യോഗം സർവശക്തനായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം ഉരുവിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.